നേരം പുലർന്നു. അമ്മായി തന്റെ കോഴികൾക്ക് തീറ്റ കൊടുക്കുകയാണ്. രാഘവ, എങ്ങോട്ടാ ഇത്ര രാവിലെ? അമ്മായി, ഞാൻ നമ്മുടെ സ്വാമിയെ കാണാൻ പോവുകയാണ്. സ്വാമിയോ? അമ്മായി ഇതൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ഗ്രാമത്തിൽ ദിവ്യനായൊരു സ്വാമി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ധാരാളം അത്ഭുത ശക്തികളുണ്ടെന്നാണ് കേട്ടത്. ഞാൻ അറിഞ്ഞില്ല രാഘവ. അമ്മായി, സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. ഞാൻ പോയിട്ട് വരാം. എടാ കുട്ടപ്പ, നീ അറിഞ്ഞോ നമ്മുടെ ഗ്രാമത്തിൽ ഒരു സ്വാമി വന്നിട്ടുണ്ടെന്ന്? സ്വാമിയോ? അതെ കുട്ടപ്പ, അദ്ദേഹത്തിന് ധാരാളം അത്ഭുത ശക്തികൾ ഉണ്ടെന്നാണ് രാഘവൻ പറഞ്ഞത്. അതെയോ അമ്മായി? അമ്മായിയും കുട്ടപ്പനും തന്റെ അപ്പങ്ങളുമായി ചന്തയിലേക്ക് പുറപ്പെട്ടു. രാഘവ, നീ പോയിട്ട് സ്വാമിയെ കണ്ടോ? കണ്ടു അമ്മായി. എനിക്ക് സ്വാമി പ്രസാദവും നൽകി. സ്വാമിയുടെ പേരെന്താണ് രാഘവൻ ചേട്ടാ? മന്ത്രതന്ത്രങ്ങൾ ശക്തൻ, ധാരാളം അത്ഭുത സിദ്ധികൾ നിറഞ്ഞ സ്വാമി ഗോപൻ സ്വാമി. എന്റെ അമ്മായി, സ്വാമി തന്റെ അത്ഭുത സിദ്ധികൾ വരുത്തി നൽകിയ ആപ്പിളാണിത്. ഹോ, അത്ഭുതം തന്നെ രാഘവ. സ്വാമി, കണ്ണു തുറന്നാലും സ്വാമി, എന്റെ സങ്കടം കേട്ടാലും സ്വാമി. മകളെ, എന്താണ് നിന്റെ സങ്കടം? സ്വാമി, എന്റെ അലമാരയിലിരുന്ന സ്വർണങ്ങളൊന്നും കാണുന്നില്ല. മഹാശക്തനായ അങ്ങയുടെ അത്ഭുത സിദ്ധി ഉപയോഗിച്ച് എന്നെ സഹായിക്കണം സ്വാമി. അങ്ങയുടെ ഈ ഭക്തയെ അങ്ങ് കൈവിടല്ലേ സ്വാമി. ഭക്തേ, എന്നുടെ ജ്ഞാനദൃഷ്ടിയിൽ നാം എല്ലാം അറിയുന്നു. നദിക്കരയിലുള്ള മരപ്പൊത്തിൽ മകളുടെ ആഭരണങ്ങൾ ഉള്ളതായി നാം കാണുന്നു. ഇത് കേട്ടതും ആ സ്ത്രീക്ക് ഒരുപാട് സന്തോഷമായി. അവൾ നദിക്കരയിലെത്തി. ഹോ, എന്റെ ഗോപൻ സ്വാമി, അങ്ങയുടെ ശക്തി അപാരം തന്നെ. തന്റെ കാണാതെ പോയ സ്വർണം അവൾക്ക് തിരികെ കിട്ടി. സ്വാമിയുടെ ആ അത്ഭുത പ്രവൃത്തി നാടാകെ പരന്നു.
ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സ്വാമി, എന്നെ സഹായിക്കണം സ്വാമി. ഇന്നലെ മുതൽ എൻ്റെ ആട്ടിൻകുട്ടിയെ കാണുന്നില്ല സ്വാമി. എല്ലാം നാം അറിയുന്നു മകനേ. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നിന്റെ കൂട്ടിൽ നിന്റെ ആടുണ്ടായിരിക്കും. വളരെ നന്ദി സ്വാമി. നേരം പുലർന്നു. തന്റെ കാണാതെ പോയ ആടിനെ കൂട്ടിൽ കണ്ടപ്പോൾ രാഘവന് അത്ഭുതമായി. എൻ്റെ സ്വാമി, അങ്ങയുടെ ശക്തി അപാരം തന്നെ. ഈ അത്ഭുതവും നാട്ടിലാകെ പാട്ടായി. ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം സ്വാമിയെ വിശ്വസിക്കാനും സ്വാമി പറയുന്നത് കേൾക്കുവാനും തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഹാ, ഇതെങ്ങോട്ടാ രാവിലെ ഇത്ര തിടുക്കത്തിൽ? ഒന്നുമില്ല അമ്മായി. അതെന്താ അവരൊന്നും പറയാതെ പോയത്? അമ്മായി, അതാ രാഘവൻ ചേട്ടൻ വരുന്നുണ്ട്. രാഘവ, ഇതെങ്ങോട്ടാ? എന്തോ കാര്യമായി കയ്യിൽ കരുതിയിട്ടുണ്ടല്ലോ. അതെ അമ്മായി, ഇത് കുറച്ച് സ്വർണവും പണവുമാണ്. ഏ, ഇതൊക്കെ ആയിട്ട് നീ ഇതെങ്ങോട്ടാ? എൻ്റെ അമ്മായി, നിങ്ങൾ ഈ ഗ്രാമത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇന്നത്തെ ദിവസം ഗോപൻ സ്വാമിക്ക് നമ്മൾ എന്തു സമർപ്പിക്കുന്നുവോ സ്വാമി തൻ്റെ ദിവ്യശക്തിയാൽ അത് ഇരട്ടിയാക്കി തിരികെ നൽകും. അമ്മായി സമയം കളയണ്ട. ഉള്ള സ്വർണവും പണവും എടുത്ത് പെട്ടെന്ന് പോരെ. ഞാൻ സ്വാമിയുടെ അടുക്കിലേക്ക് പോവുകയാണ്. അമ്മായി, ഇതിലെന്തോ ചതിയുണ്ട്. എനിക്കും തോന്നി കുട്ടപ്പ. ഭക്തരെ, നിങ്ങളിവിടെ സമർപ്പിച്ചിട്ടുള്ള സ്വർണവും പണവും ഞാനെൻ്റെ മാന്ത്രിക ശക്തിയാൽ ഇരട്ടിപ്പിക്കാൻ പോകുന്നു. എല്ലാവരും കണ്ണുകളടച്ച് ശാന്തരായി ധ്യാനിച്ചു നിൽക്കുക. ഞാൻ പറയാതെ കണ്ണു തുറന്ന വ്യക്തിയുടെ പണവും സ്വർണവും അപ്രത്യക്ഷമാകുന്നതാണ്. അതിനാൽ എല്ലാവരും നിരന്തരം ധ്യാനിച്ചു നിൽക്കുക. സ്വാമിയെ വിശ്വസിച്ച ജനങ്ങൾ കണ്ണുകൾ അടച്ച് ധ്യാനിക്കാൻ തുടങ്ങി. ഹാ, ഇതെന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നേ? അമ്മായി, ഞങ്ങൾക്ക് സ്വാമി പറഞ്ഞാലേ കണ്ണു തുറക്കാനാവൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ പണവും സ്വർണവും നഷ്ടമാകും. അതിനിവിടെ സാമ്യമില്ല, ഒന്നുമില്ല. പെട്ടെന്ന് കണ്ണുകൾ തുറന്ന ജനങ്ങൾ ഞെട്ടിപ്പോയി. ജനങ്ങളെല്ലാം തങ്ങൾക്ക് പറ്റിയ അമളിയെ ഓർത്ത് വിഷമിച്ചു. അവർ അമ്മായിയോട് സഹായം അഭ്യർത്ഥിച്ചു.
എനിക്ക് പണ്ടേ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യുക അമ്മായി? നിങ്ങളുടെ പണവും സ്വർണവും ഒരിടത്തും പോയിട്ടില്ല. ഇതായിരിക്കുന്നു നിങ്ങളുടെ നഷ്ടപ്പെട്ട പണവും സ്വർണവും. ഇത് കണ്ട ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അമ്മായി, ആ കള്ളസ്വാമി അങ്ങനെ വിടാൻ പറ്റില്ല. രാഘവ, നീ വിഷമിക്കേണ്ട, അതിനും ഒരു വഴിയുണ്ട്. ഹലോ കുട്ടപ്പ, ആ കള്ളസ്വാമിയെ കണ്ടോ നീ? അവൻ കുന്നിൻ ചെരുവിലെ ഗുഹയ്ക്കുള്ളിലുണ്ട്. ഇത് കേട്ടതും ജനങ്ങളെല്ലാം കുന്നിൻ ചെരുവിലെ ഗുഹയിലേക്ക് പോയി. തങ്ങളെ പറ്റിച്ച കള്ളസ്വാമിയെ ഗുഹയ്ക്കുള്ളിൽ സമാധിയാക്കി. അങ്ങനെ ഗോപൻ സ്വാമി സമാധിയായി.